പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നേരത്തെ ഒരു വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പ്രതിഷേധങ്ങൾ വന്നത്. പത്തനംതിട്ടയിലെ പ്രതിഷേധവും കൊല്ലത്തെ പ്രതിഷേധവും. നമുക്ക് ആ വാർത്തയിലേക്ക് മടങ്ങാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. റവന്യൂ വകുപ്പിന്റെ കടുംപിടുത്തത്തെ തുടർന്ന് ഇടുക്കിയിലൊരു ക്ഷീര കർഷകൻ ദുരിതത്തിലായ വാർത്തയായിരുന്നു നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്യാൻ ശ്രമിച്ചത്. 30 പശുക്കളുണ്ട് ഇദ്ദേഹത്തിന്. ഈ 30 പശുക്കളുള്ള ഇദ്ദേഹത്തിന്റെ ഈ ഫാമിലിക്ക് ഒരു 3 ഫേസ് വൈദ്യുതി കണക്ഷന് റവന്യൂ വകുപ്പിന്റെ ഒരു NOC വേണം. പക്ഷേ NOC ലഭിച്ചിട്ടില്ല. അത് കർഷകനെ വലച്ചു. വൈദ്യുതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വാങ്ങിയ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് NOC ലഭിക്കണമെങ്കിൽ കോടതിയെ സമീപിക്കണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേട്ടുവരാം. ഞാൻ നിലവിൽ 15 ദിവസം മുമ്പ് അപേക്ഷ കൊടുത്തു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നമ്മൾ അതിനുള്ള മീറ്ററുകൾ മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. നമ്മളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവർ വെരിഫിക്കേഷൻ വന്നപ്പോൾ പറയുന്നത് ഇത് ഈ വില്ലേജിൽ പൈസമാലി വില്ലേജിൽ കറണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇതിനോടനുബന്ധിച്ചുള്ള പല മെഷീൻ സെറ്റുകൾ ഇവിടെ മേടിച്ചു, സെറ്റപ്പ് ചെയ്ത് വെച്ചു. അപ്പം ഇത് നിലവിൽ ഈ ഇതിനെല്ലാം പണം ഇതെല്ലാം കടവും ഒക്കെ ആയിട്ടാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രവർത്തിക്കാൻ നമുക്ക് 3 ഫേസ് കറണ്ട് കിട്ടണം. ഇവർ തരാമെന്ന് പറഞ്ഞ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് എല്ലാം ചെയ്ത് ഇവരുടെ വാക്ക് കേട്ടിട്ട് നമ്മളെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന പശു നമ്മൾ വളർത്ത് വേണ്ടെന്ന് നോക്കുക, പിന്തിരിയാന്നുള്ളൂ. കർഷകരെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റെല്ലാം സഹായിക്കുന്നവരാണ് എല്ലാവരും. എന്നതാ സഹായിക്കുന്ന ആർക്കും അറിയത്തില്ല. ഒരു പാവം കർഷകൻ 30 പശുക്കളുണ്ട്, ഒരു ഫാം തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. റവന്യൂ വകുപ്പിന്റെ ഒരു NOC കിട്ടിയാൽ അവിടേക്ക് 3 ഫേസ് കണക്ഷൻ വലിക്കാം. കിട്ടുമെന്ന് ഉറപ്പിന്മേലാണ് അദ്ദേഹം ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, എന്താണ് തടസ്സം? സാങ്കേതികമായി നിയമപരമായി ചട്ടപ്രകാരം തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർ അരുൺ, ബൈസംവാലി സ്വദേശിയായിട്ടുള്ള പുള്ളിയിൽ വീട്ടിൽ കുര്യന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇടുക്കി ജില്ലയിലെ 10 വില്ലേജുകളിൽ പുതിയ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതിനും KSEB കണക്ഷൻ എടുക്കുന്നതിനും റവന്യൂ വകുപ്പിന്റെ NOC ആവശ്യമാണ്. അതാണ് ഇവിടെ പ്രതിസന്ധിയായി മാറുന്നത്. ഈ കുര്യൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ 2 വർഷമായി പശു ഫാം നടത്തി വരികയാണ്. ഇപ്പോൾ 30ഓളം പശുക്കൾ അദ്ദേഹത്തിന്റെ ഫാമിലുണ്ട് താനും. പക്ഷെ ഇപ്പോഴാണ് ഈ കറവ മെഷീനും പുല്ലരിയുന്ന മെഷീനും ചാണകം ഉണക്കുന്ന മെഷീനും ഒക്കെ അതിൻ്റെയൊക്കെ ആവശ്യം വന്നത്. അങ്ങനെയാണ് 3 ഫേസ് ലൈൻ അതിന്റെ കണക്ഷൻ എടുക്കാമെന്ന് തീരുമാനത്തിലെത്തുന്നത്. ആദ്യം KSEBയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ മെഷീനൊക്കെ വാങ്ങിച്ചോളൂ, നമുക്ക് കണക്ഷൻ നൽകാം, നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചോളൂ എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലക്ഷങ്ങൾ മുടക്കി ഈ മെഷീനുകളെല്ലാം വാങ്ങുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അപേക്ഷയുമായി KSEBയുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഈ റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാതെ താങ്കൾക്ക് കണക്ഷൻ നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നൽകുകയും ചെയ്യുന്നത്. നമ്മൾ റവന്യൂ വകുപ്പുമായി സംസാരിക്കുമ്പോൾ ലഭ്യമാവുന്ന വിവരം പുതിയ കണക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു നിർമ്മാണ പ്രവർത്തി നടത്തിയ ശേഷം ആ കെട്ടിടത്തിലേക്കുള്ള കണക്ഷൻ ആണെങ്കിൽ കളക്ടർക്കും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും നൽകാൻ സാധിക്കും. പക്ഷേ ഇത് പഴയ കെട്ടിടമായതിനാൽ കോടതിയെ സമീപിച്ചുകൊണ്ട് വേണം ഇതിന് അപേക്ഷ നൽകാൻ അല്ലെങ്കിൽ അതിന് അനുമതി നൽകാൻ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം ഒരു പാവപ്പെട്ട കർഷകനാണ്. കോടതിയൊക്കെ സമീപിച്ച് ഇതിന്റെ സാക്ഷ്യപത്രമൊക്കെ വാങ്ങുന്നതിന് വലിയ ചെലവുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള രീതിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ലഭിച്ചില്ലെങ്കിൽ ഡോക്ടർ അരുൺ, അല്പസമയം മുമ്പ് നമ്മൾ കളക്ടറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ദേവികുളം സബ് കളക്ടറോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 1 മണിക്കൂറിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് കളക്ടർ നമ്മളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ദേവികുളം സബ് കളക്ടർ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഒരു പാവപ്പെട്ട കർഷകനല്ലേ, അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം ഒരു ജില്ലാ കളക്ടർ എന്ന നിലയിൽ ചെയ്തു കൊടുക്കാമെന്നാണ് ഇടുക്കിയുടെ ജില്ലാ കളക്ടറായിട്ടുള്ള ദിനേശൻ ചെറുവാട്ട് നമ്മളോട് അറിയിക്കുകയും ചെയ്തത്. നമുക്ക് എന്തായാലും 1 മണിക്കൂർ ഒന്ന് കാത്തു നിൽക്കാം. അദ്ദേഹത്തിന് ആ കർഷകന് എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ വഴി ജില്ലാ കളക്ടർ വഴി അത് ചെയ്തു കൊടുക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. എന്താണെങ്കിലും ജില്ലാ കളക്ടർ ദേവികുളം സബ് കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഇടുക്കിയിലെ ഒരു പാവം ക്ഷീര കർഷകനാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും റവന്യൂ വകുപ്പ് അദ്ദേഹത്തെ സഹായിക്കുക. ഒരു NOC അദ്ദേഹത്തിന് ചട്ടപ്രകാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഇതൊക്കെ സർക്കാരിനെ വിശ്വസിച്ച് തുടങ്ങുന്ന പരിപാടികളല്ലേ. 30 പശുക്കളുണ്ട്, ഫാമിലിക്ക് 3 ഫേസ് വൈദ്യുതി കണക്ഷൻ വേണം. റവന്യൂ വകുപ്പ് NOC കൊടുത്തിട്ടില്ല. ഇതാണ് പ്രശ്നം. റവന്യൂ വകുപ്പ് എത്രയും പെട്ടെന്ന് NOC കൊടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം കുര്യൻ ചേട്ടൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. റവന്യൂ വകുപ്പ് കുര്യൻ ചേട്ടനോട് കുറച്ച് കരുണ കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.